മറ്റേ ഫൈസിസ്താൻ്റെ സ്ഥാപനത്തിൻ്റെ ഇൻവെസ്റ്റേഴ്സാണ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നണം. ഞാനൊരിക്കലും കരുതിയിട്ടില്ല ഫൈസിസ്താ ഇത്ര ആളുകളുടെ ജീവിതത്തിന് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇതിൽ. സാധാരണ എപ്പോഴും ഞങ്ങൾ ബാച്ച് തുടങ്ങുമ്പോൾ ബിസിനസ്സുകാർക്ക് ഒരു 3 ജനറേഷനിലേക്ക് ഈ ബിസിനസ്സിനെ കൊണ്ടുപോകണമെന്നില്ലേ ആവശ്യം മുൻനിർത്തിയിട്ടില്ലേ ഇവരുടെ കഥ പറയിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെ ജീവിതത്തിൽ ഞാൻ പല ബാച്ചുകൾ, ഇപ്പോൾ ഈ നാട്ടിലെ ബിസിനസ് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഗൾഫിലുണ്ട്. ഗൾഫിൽ റോൾസ് റോയ്സ് ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ പറയാം ഏറ്റവും എക്സ്പെൻസീവ് കാറായിട്ട് വരുന്ന ബിസിനസ്സുകാരുണ്ട്. ഒരു 50-65 കണ്ടെയ്നേഴ്സ് ഡെയിലി ആഫ്രിക്കയ്ക്ക് അയക്കുന്ന ബിസിനസ്സുകാരുണ്ട് ക്ലാസ്സിൽ. പക്ഷേ ഫൈസിസ്താദ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഒന്ന് കരഞ്ഞും ചെയ്തു, അതേ സമയത്ത് കുറേ നേരം ചിരിച്ചും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പഴയകാല അനുഭവങ്ങൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എ പി ഉസ്താദിനെ കുറിച്ച്. ഭയങ്കര വിഷണറി പണ്ഡിതനാണ്. കാരണം അദ്ദേഹം ഉണ്ടാക്കിയ നോളജ് വില്ലേജൊക്കെ ഒരു പകരം വെക്കാനില്ലാത്തൊരു സാധനമാണ്. പിന്നെ അത്രയും നല്ലൊരു സ്ഥാപനം. അപ്പോൾ ഞാൻ ഹക്കീം അസേറിനെ ഒരാഴ്ച കണ്ടപ്പോൾ പറഞ്ഞു, ഉപ്പങ്ങനെ ആൾക്കാരുടെ അടുത്തൊക്കെ പാട്ടപ്പിരിവ് ഇതൊക്കെ നടത്തിയിട്ടാണ് ഈ പണ്ട് മർക്കസിനും ഉസ്താദന്മാരെ പോറ്റാനൊക്കെ പൈസ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഇനി അത് പറ്റൂല, ഞങ്ങൾക്ക് യുഗങ്ങളോളം ഞങ്ങൾക്ക് ഉസ്താദന്മാരതാക്കാനും എത്തിങ്ങാനെ നിലനിർത്താനും വേണ്ടിയിട്ടുള്ള നല്ലൊരു സിസ്റ്റം വേണം. അതിനും വേണ്ടിയിട്ടാണ് നോളജ് വില്ലേജും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്നത്. പക്ഷെ സത്യത്തിൽ എനിക്ക് തോന്നിയിടത്തോളം വലിയൊരു സംഭവമാണ്. നിങ്ങൾ ഓരോരുത്തരും പോയി കാണണം. നിങ്ങൾ പല സംഘടനകളായാലും പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇവരൊക്കെ നമ്മളെ പണ്ഡിതന്മാരാണ്. ഇപ്പോൾ സമസ്തയിൽ 2 സമസ്തയിലായാലും ഇവരൊക്കെ നമ്മളെ പണ്ഡിതന്മാരാണ്. നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ഒരു ഫിർക്കൻ്റെ ചിന്തയില്ലാതെ തന്നെ അത് പോയി കാണണം, അതിനെ പഠിക്കണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഫൈസിസ്താദ് പിന്നെ ഒരു പക്ഷേ ബേക്കറിയിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ബാച്ചിലും ഈ കേക്ക് മേക്കേഴ്സ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഇവരൊക്കെ വരും. ഇപ്പോൾ ഫൈസിസ്താദ് ക്ലാസ് റൂമിൽ സോലി ഇവിടെ ഉണ്ടോ? സോലി ആ വീഡിയോ ഒന്ന് ഇടുമോ? അതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? അവിടെ വിഷമാണോ? അതല്ലെങ്കിൽ വിടാം നമുക്ക്. ഉണ്ടോ? അത് ഇടാൻ കഴിയോ? പക്ഷെ നിങ്ങൾക്ക് ഇതുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉസ്താദ് ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓപ്പറേഷൻ്റെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ചെറിയ വീഡിയോ ഉണ്ട്. ഞാനത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം, അതിന് ശേഷം ബാക്കി പറയാം. എനിക്ക് തോന്നുന്നത്ര ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി, പിന്നെ എന്നോട് എപ്പോഴും പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് ഫൈസൽ സാറെ, ഞാൻ ദാരിദ്ര്യത്തിൻ്റെ ലോകം കണ്ടിട്ടുണ്ട്, സമ്പത്തിൻ്റെ ലോകം കണ്ടിട്ടുണ്ട്. എനിക്ക് ആ 2 സ്റ്റേജിലും പോകാൻ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ജനിച്ചു വളർന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള ധാരാളം ഉസ്താദന്മാരെ കുടുംബങ്ങളുണ്ട് ഈ നാട്ടിൽ. അവർക്കൊക്കെ ഒരാശ്വാസമേകാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എ പി ഉസ്താദിൻ്റെ ബദലായിട്ട് ഞാൻ മൂപ്പരെ കണ്ടിട്ടില്ലേ. നിങ്ങളെല്ലാവരും വലിയൊരു കയ്യടി മൂപ്പർക്ക് കൊടുക്കണം. കാരണം നിങ്ങൾ എത്രയോ കുടുംബങ്ങളെ മൂപ്പര് പോസിറ്റീവ്ലി സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല കഴിവ് കൊടുക്കട്ടെ. അത് മാത്രമല്ല, പിന്നെ ഇത്ര അധികം കുടുംബങ്ങളെ ഞാൻ അദ്ദേഹത്തിനോട് പറയാറുണ്ട്, ഒരു 2ാമത്തെ തലമുറയും നിങ്ങളൊരു 3ാമത്തെ തലമുറ വരെ എന്താവണം, ഇതിലെ ഒരു ഇൻവെസ്റ്റേഴ്സായിട്ട് നിങ്ങൾക്കൊക്കെ ബെനിഫിറ്റ് കിട്ടുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി അല്ലാഹ് ഇതിനെ വളർത്തട്ടെ. അതിനൊക്കെ വേണ്ട വലിയ ലീഡർഷിപ്പും കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഇപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് ബാച്ചിലെ ഒരു സ്ഥാപനമായിരുന്നു അൽസലാമിൻ്റെ അബൈറ്റേഴ്സ്. അന്ന് BSc ലിസ്റ്റഡ് കമ്പനിയാണ്. ഏകദേശം ഒരു 1500ഓളം തൊഴിലാളികളുണ്ട് അവർക്ക്. ഏകദേശം 92ഓളം ഡോക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബേക്കറിയും ഫെസല്ലേ, എഫ്സോൺ ബേക്കറും ഇതേപോലെ തന്നെ BSc NSc സ്റ്റോക്ക് ലിസ്റ്റഡായിട്ട് നിങ്ങളെ കയ്യിലൊക്കെ ഷെയർ കിട്ടിയിട്ട് മാർക്കറ്റിൽ നിന്നൊക്കെ വലിയ ബെനിഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കമ്പനി ആക്കിയിട്ട് നിങ്ങൾ വളരട്ടെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ എനിക്ക് പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. നിങ്ങളെങ്ങനെ കാണുന്നത് എനിക്ക് വലിയൊരു
വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഇദ്ദേഹം ചില്ലറക്കാരനല്ല, ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ കുറേ പണി എടുക്കേണ്ടത്. ഞാൻ നിങ്ങളെ വലുപ്പം ഇവിടെ വരുമ്പോഴാണ് നിങ്ങളെ ശരിക്കും മനസ്സിലാവുന്നത്. നിങ്ങളെ എത്ര വലിയൊരു സമൂഹത്തിനെയാണ് നിങ്ങൾ സ്വാധീനിക്കുന്നതെന്നില്ല ഉസ്താദെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിൽ എന്തെല്ലാം കുറവുകളുണ്ടോ ഒക്കെ അള്ളാഹ് നിങ്ങൾക്ക് പരിഹരിച്ചു തരട്ടെ. കാരണം പരിപൂർണൻ അള്ളയാണ്, ഇൽമിലും പരിപൂർണൻ അള്ളയാണ്. ഇപ്പം ഇൻ്റെയൊക്കെ ഇൽമ് ഫന്നിൻ്റെ ഇൽമാണ്, നിങ്ങൾ നുബുവത്തിൻ്റെ ഇൽമ കിട്ടിയവരാണ്. അതുമായിട്ട് നമ്മളെ ഇൽമിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതും ഒരു ഉസൂലിയത്തിൻ്റെ ഇൽമാണ് ഈ ബിസിനസ്സിൻ്റെ. അത് ഇന്നാൽ കഴിയുന്ന എന്തെല്ലാം ഉണ്ട് അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇത് വലിയൊരു പ്രസ്ഥാനമാക്കി വളർത്താൻ നിങ്ങളെ യാത്രയിൽ ഞാനും ഉണ്ടാവും. അപ്പം ആ ഒരു വാക്ക് പറയാനാണ് എനിക്കിവിടെ തോന്നുന്നത്. അള്ളാഹ് എനിക്ക് അതിന് തൗഫീക്കും ആയുസ്സും നൽകട്ടെ. ഞാനത് പറഞ്ഞ് നിർത്തുകയാണ്. എനിക്ക് തോന്നുന്നത്ര ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, സോലയെ കിട്ടിയോ? ഉസ്താദ് ലാസ്റ്റ് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, എന്നെ ഭയങ്കര സന്തോഷിപ്പിച്ച കാര്യമാണ്. എന്നോട് പറഞ്ഞത് ബേക്കറിയിൽ മിക്കവാറും എല്ലാം കളർ പ്രൊഡക്ട്സ് ആണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ശരീരത്തിന് ഹാനികരാണെന്ന്. അപ്പോൾ അന്ന് ബേക്കറിയിൽ എന്നോട് പറഞ്ഞ വലിയൊരു കാര്യം പറഞ്ഞ, ഈ കളർ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റിനെ ഇഷ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാ ഓരോ കേരളത്തിലെ ബേക്കറികളെ സ്വാധീനിച്ചിട്ട് ഇതിന്ന് കൃത്രിമ രാസപദാർത്ഥങ്ങൾ മാറ്റലും അതേപോലെ തന്നെ കളറ് മാറ്റിയിട്ടും നല്ല മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നില്ലേ ഒരു നിയ്യത്ത് ചെയ്ത വ്യക്തിയാണ്. നിങ്ങൾ വലിയൊരു കയ്യടി കൊടുക്കണോ? അധികം ബിസിനസ്സുകാരൊന്നും അത് ചെയ്യൂല, അദ്ദേഹം അത് ചെയ്യട്ടെ. രണ്ടാമത്തെ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു രീതി, അദ്ദേഹം എടുത്ത രീതിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് ഇത്ര ബൃഹത്താണെന്ന് കരുതിയില്ല. കാരണം യു നീഡ് എ ബിഗ് ടീം ടു ഷോൾഡർ ഓൺ. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. എനിക്ക് തോന്നുന്നിടത്തോളം ബി സ്കൂളിൽ ഞങ്ങൾക്ക് വലിയൊരു വിങ് ഉണ്ട്. ഞാൻ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ബാക്കിലുണ്ടാവും. ഐ വുഡ് ഹെൽപ്പ് യു ഇൻഷാ അല്ലാഹ്. പിന്നെ ഒന്ന് ഉസ്താദിൻ്റെ ആ വീഡിയോ കിട്ടിയോ ഒന്ന് ഇതാക്കാൻ? പിന്നെ നിങ്ങൾ എപ്പോഴും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഞങ്ങൾ മലപ്പുറത്തൊക്കെ മൂച്ചി എന്നാണ് പറയുക, തെക്കൻ ഭാഗങ്ങളൊക്കെ അതിന് മാവ് എന്ന് പറയും. ഈ മൂച്ചിമ്മ മാങ്ങ ഉണ്ടായാൽ ആൾക്കാർ അതിനെ കല്ലെറിയും, മൂച്ചി അതിന് നിന്ന് കൊടുക്കും. കല്ലൊക്കെ കൊണ്ടു കഴിഞ്ഞാലും മാങ്ങ കൊടുക്കും, അല്ലെങ്കിൽ മാവ് അതിന് നിന്ന് കൊടുക്കും, മാങ്ങ കൊടുക്കും. ഇതേപോലെയാണ് ഈ ബിസിനസ്സിൻ്റെ സംരംഭത്തിലേക്ക് എടുത്തു ചാടിയവർ. നിങ്ങൾക്കൊക്കെ നിങ്ങളെ പ്രശ്നം പറയാനില്ല ഒരാൾ ഫൈസിസ്തായിരിക്കും. പക്ഷെ ഫൈസിസ്താൻ്റെ പ്രശ്നം പറയാൻ ചുമര് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്വന്തം ഭാര്യനോടും കൂടി പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിന്നെ ബിസിനസ്സാണ്. അതിനെപ്പോഴും അള്ളാഹുട്ട കുറേ തർത്തീബുകളുണ്ട് ബിസിനസ്സിന്. ഞാൻ പഠിച്ചിടത്തോളം ഒരു ബിസിനസ്സിന് എപ്പോഴും ഒരു ഗ്രോത്തിൻ്റെ കാലഘട്ടം ഉണ്ട്, അതിൻ്റെ ഉയർച്ചൻ്റെ കാലഘട്ടം. പിന്നെ നാട്ടിലൊരു മാന്ദ്യം വരുമ്പോൾ ബിസിനസ്സിനെയും ബാധിക്കും. പിന്നെ ഒരു തളർച്ച വന്ന് പിന്നെ അത് പുനരുജ്ജീവിക്കും. ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട കോക്ക് ആയിക്കോട്ടെ, പെപ്സി ആയിക്കോട്ടെ, നെസ്ലെ ആയിക്കോട്ടെ, ഇവരൊക്കെ പലപ്പോഴും പാപ്പരത്വത്തിന് പോയ കമ്പനികൾ പിന്നെ അതിലെ ഇൻവെസ്റ്റേഴ്സ് അവരൊപ്പം ഉറച്ചു നിന്നപ്പോൾ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ചിലപ്പോൾ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റണമെന്നില്ല, പൈസ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കാൻ പറ്റണമെന്നില്ല. ആ സമയത്തും ആ ഓണർമാരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങൾ ആയ കാലത്ത് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല കാലമാണ്, അപ്പം നിങ്ങളൊപ്പം നിൽക്കൽ ഞങ്ങളെ കടമയാണെന്ന് പറഞ്ഞിട്ട് ഒപ്പം നിന്നു കൊടുത്ത സ്ഥാപനങ്ങളാണ് ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ തലമുറയിലേക്ക് പോവുക. നമ്മളെ നാട്ടിലെ മാപ്പിളാർ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പൈസ റിട്ടേൺ ചോദിക്കും. അങ്ങനെ അല്ലാതെ ആ റിട്ടേൺ കിട്ടുമ്പോൾ കിട്ടട്ടെ മാഷാ അല്ലാഹ്. എന്തെങ്കിലും ഒരു ബിസിനസ്സിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ബിസിനസ്സിനെ സ്ട്രക്ചർ ചെയ്യാനും ബിസിനസ്സിനെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും അതിൻ്റെ ഓണർ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ബിസിനസ്സുകളാണ് വളരെയധികം മുന്നേറുക. ഇപ്പോൾ കൊച്ചി ഹൗസ് സ്ഥാപനം ഭയങ്കരമായി കേരളത്തിൽ മാറ്റം ഉണ്ടാക്കിയ സ്ഥാപനമാണ്. അതിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു ആ ബിസിനസ്. അതേപോലെ തന്നെ അഹമ്മദ് ഖാൻ്റെ ബിസിനസ് ധാരാളം ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടു. അതിൻ്റെ ഒരു പ്രത്യേകത അഹമ്മദ് ഖാൻ്റെ തളർച്ചയിലും കണ്ടമാനം പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ അദ്ദേഹം കയറിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉറച്ചു നിന്ന ഒരു നിക്ഷേപക സമൂഹം വന്നപ്പോൾ മാത്രമാണ് അതിനെന്തായത് അത് ഇത്രയും കാലം പിടിച്ചു നിന്നത്. അതേപോലെ ആയിരിക്കണം നിങ്ങളും ഒരു നല്ല ഇൻവെസ്റ്റർ ആവാൻ ശ്രമിക്കണം. നല്ല ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി പറയില്ല, തോന്നിയാസം പറയില്ല, പൈസക്ക് മൂല്യം കണ്ടുങ്ങാണ്ട് അത് കൊടുത്ത ഇൻവെസ്റ്ററെ കുറിച്ച് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ്. ഞാൻ പലപ്പോഴും ഒരു ഇൻവെസ്റ്റർ ഫോറത്തിലൊന്നും ഒരിക്കലും സംസാരിക്കാൻ പോകാറില്ല. കാരണം നമുക്ക് പേടിയാണ്. കാരണം ഇവരൊക്കെ ഏത് സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല. ആൾക്കാർ പൈസ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടാൻ ഏത് നീചമായ പ്രവർത്തികളും ചെയ്യും. ഞാൻ അതുപോലെ തന്നെ പല ബിസിനസ്സുകാരും വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. കുടുംബബന്ധം വരെ അറക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരായിട്ട് നമ്മൾ മാറരുത്. നമ്മൾ
പൈസൻ്റെ മേലെയും കുറച്ച് മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന അതിൽ ക്ഷമിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബിസിനസ് പോകും. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിനായിട്ട് കണക്റ്റും ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒന്ന് കാണിക്കുന്നു. ഇതിലിപ്പോ ഇന്നലെയൊക്കെ സാമ്പിൾ ചെയ്യാൻ തന്നതിലൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കളറൊന്നും ഇടാതെ. പിന്നെ എന്താ പറയാ, എന്നാലും ഇനി ഫ്യൂച്ചർ ബ്രാൻഡിന് എന്ത് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒന്ന് കളർ ഇടൂല. രണ്ടാമത്തെ എന്താ ചെയ്യാ, പിന്നെ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കൂല. ഇത് രണ്ടാണ് ഇപ്പൊ ബേക്കറിയില് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ. പിന്നെ മിച്ചറൊക്കെ ആണെങ്കിൽ ഫുള്ള് ഈ കടലമാവാണ്. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മൈദയാണ്. സത്യത്തില് ഒരു മിച്ചറിലും മൈദ വളരെ കുറവായി. അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടി കുറച്ചധികം കൂട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. മിച്ചറില് കടല പൊടിച്ച പൊടിയാണ് ഉണ്ടാവുക. പിന്നെ പൂളപ്പൊടി ഉണ്ടാവും. പിന്നെന്താ പറയാ, നമ്മളെ അദ്ദേഹം പറഞ്ഞത് മിക്സ്ചറിൽ ഞാൻ അല്ലെങ്കിൽ ഏതൊരു ബേക്കറി പ്രോഡക്ട്സിലും പ്രിസർവേറ്റീവ്സ് അതിന് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉപയോഗിക്കില്ല എന്നാണ് പറഞ്ഞത്. രണ്ടാമത് കളറില്ലാത്ത ഒരു ബേക്കറിയാണ് ഞാൻ ഇതാക്കണമെന്നാണ് ആ ടോട്ടൽ ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ ഈ ഒരു പ്രായത്തിലും പിന്നെ HR-ൻ്റെ റൈറ്റ് സിസ്റ്റം എന്താണ്, മാർക്കറ്റിംഗ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് മാപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതൊരു രണ്ടാമത്തെ തലമുറയിലേക്കും മൂന്നാമത്തെ തലമുറയിലേക്കും ബിസിനസ് ആക്കാൻ പരിശ്രമിക്കേണ്ടത്, അതൊക്കെ അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് മനസ്സിലാക്കുകയാണ്. അതിനും വലിയൊരു കയ്യടി കൊടുക്കണം നിങ്ങൾ. അത് പല ബിസിനസ്സുകാരും ചെയ്യാത്ത പണിയാണ്, മനസ്സിലാവുന്നുണ്ടോ? കാരണം അങ്ങനത്തെ ഒരു ഹൃദയം തുറന്ന് കിട്ടലും അള്ളാൻ്റെ ഭാഗത്തില്ലാണ്. മറ്റ് പല ബിസിനസ്സുകാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഗ്രോത്ത് ഒക്കെ വരുമ്പോൾ പൈസ നന്നായിട്ട് വരുമ്പോൾ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ നിൽക്കില്ല. അങ്ങനത്തെ ആൾക്കാർ ബിസിനസ്സിൽ വീണ് പോകുന്നത് കാണാൻ പറ്റും. പൈസ അതല്ല, അതിനുപരിയായിട്ടില്ലേ ഒരു ബിസിനസ്സുകാരനാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാനും ഇപ്പം അതേപോലെ തന്നെ അദ്ദേഹം എടുത്തിട്ടില്ല മുനീർ ഇവിടെ ഉണ്ടോയെന്നില്ല എനിക്കറിയില്ല. മുനീർ അവിടെ മുനീർ ബേസിക്കലി വലിയൊരു ബിസിനസ് ഫാമിലിയിലെ കുട്ടിയാണ്. ആ മുനീർ എന്നോട് പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. ഫൈസ് ഉസ്താദിൻ്റെ ഒരു വിഷന്മലാണ് ഞാൻ ഉസ്താദിൻ്റെ ഒപ്പം നിന്നിട്ടില്ലേ, ഉസ്താദിൻ്റെ ഒപ്പം ഞാനും സഹായിക്കാനുണ്ടാവുന്നില്ലേ. അവനൊരു എഞ്ചിനീയറാണ്, ബേസിക്കലി ഫൈസ് ഉസ്താദിൻ്റെ വലങ്കൈയായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിടത്തോളം പിന്നെ മുനീറും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ട്. പിന്നെ ബാക്കി ആരൊക്കെ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഓരോരു വിഷൻ ബോർഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇവരൊക്കെ പരിചയപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലും എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. കാരണം ഞാൻ ഒരു മാസത്തോളം വെന്റിലേറ്ററിൽ കിടന്നാണ്, കോവിഡിൽ 1 മാസം ഞാൻ ICUലും കിടന്നാണ്. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ എൻ്റെ അടുത്തില്ലൊരൊക്കെ മരിച്ചു വീണ് കണ്ടാണ്. അപ്പോൾ പടച്ച റബ്ബ് എനിക്ക് ആയുസ് നീട്ടി തന്നാണ്. അതിൻ്റെ ഗുണം കൊണ്ടല്ല, കുറേ ആൾക്കാരെ തോർക്കൽ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. അപ്പം നിങ്ങളെ ദുആയും കൂടി എനിക്ക് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ സ്വർഗത്തിൽ. അതേപോലെ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലൊക്കെ ഉപകരിക്കുന്ന ഒരു ബിസിനസ്സായിട്ട് നമ്മൾ അടുത്ത തലമുറയിലേക്കൊക്കെ മാറ്റുന്നൊരു ബിസിനസ്സായിട്ട് അല്ലാഹ് ഇതിനെ വളർത്തട്ടെ. അസ്സലാമു അലൈക്കും.